1000 രൂപയും ഒരു ചിക്കൻ ബിരിയാണിയും വാങ്ങിക്കൊടുത്ത ഈ നാട്ടിൽ എന്ത് അലവലാതിത്തരം കാണിക്കുന്ന സമ്പന്നനെ അല്ലെങ്കിൽ പണക്കാരനെ പിന്തുണയ്ക്കാൻ ആളെ കിട്ടും. അങ്ങനെ ഒരു വീഡിയോ കാണാനിടയായി. ദേ കണ്ടേ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഒരു സ്ത്രീയെ അപമാനിച്ചത് തെറ്റാണെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 1000 രൂപയും കോഴിക്കാലും കിട്ടിയ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ കുറച്ച് പേർ ഇറങ്ങി നിന്ന് വിളിക്കുന്നത് കേട്ടെ, നല്ല അന്തസ്സുള്ള പണി. വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പണം വാങ്ങിച്ചതിൻ്റെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. നമ്മുടെ PV അൻവർ പാലക്കാട് ശക്തി പ്രകടനത്തിന് ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ ഇറക്കിയതുപോലെയാണ്. കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? ഇവരുടെ വീട്ടിലൊക്കെ പെൺകുട്ടികളില്ലേ എന്ന് അതിലെ സ്ത്രീകളെ കാണുമ്പോൾ തോന്നുകയാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞരമ്പന്മാർ, അത് നമുക്കൊന്നും പറയാനില്ല. ബോച്ചയെപ്പോലെ ഏത് സ്ത്രീയുടെ അശ്ലീലത പറഞ്ഞ് സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അശ്ലീലത പറഞ്ഞ് കുളിര് കൊള്ളുന്ന ഞരമ്പന്മാരെന്ന് ഫാൻസ് അസോസിയേഷനിലെ പുരുഷന്മാരെ വിലയിരുത്താം. പക്ഷേ സ്ത്രീകളും ഇങ്ങനെയാണോ? ഇത്തരം അലവലാതിത്തരങ്ങൾ കേട്ടാൽ അത് ആസ്വദിക്കുന്നവരാണോ? ഈ അറപ്പറ്റ കോഴി പൊലപ്പുറത്തും കയറുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഹണീറോസ് അല്ല, മുന്നിൽ വന്നിരിക്കുന്ന വനിതാ അവതാരകരോട് മുഴുവൻ വഷളത്തരം മാത്രം പറയുന്നൊരു വ്യക്തി ഇവരോടൊക്കെ മാന്യമായി സംസാരിക്കുമെന്നാണ് കരുതുന്നത്. എന്തിനേറെ പറയുന്നു, തന്തേൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പഴംപൊരി എടുത്ത് വെച്ച് അടിച്ച വാചകം കേട്ടില്ലേ? അതാണ് സംസ്കാരം. ആ സംസ്കാരം ഈ നിൽക്കുന്ന സ്ത്രീകൾക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവരോട് ഇതൊക്കെ പറഞ്ഞാൽ കേട്ട് നിന്ന് ബോച്ചെ ഒരു ഉമ്മയും കൂടെ കൊടുക്കുമായിരിക്കും. നാണോ മാനോ ഉണ്ടോ എന്ന് ചോദിച്ചു പോവാണ്. അതായത് പബ്ലിക്കായിട്ട് പണമുണ്ടെന്ന ഒറ്റ കാരണത്താൽ എന്ത് തോന്നിയാസവും ചെയ്യാം. ഒരു കാര്യം ആലോചിച്ചാൽ മതി, നിങ്ങളുടെ നാട്ടിൽ പൈസ ഇല്ലാത്തൊരു വ്യക്തിയാണ് സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേ കാര്യങ്ങൾ ചെയ്താൽ ഇതേ രീതിയിൽ നിങ്ങൾ ഉൾക്കൊള്ളൂ? സ്ത്രീകളോട് ഈ രീതിയിലുള്ള വാചകങ്ങൾ പറഞ്ഞാൽ അപ്പോൾ അലവലാതിയാകും. പക്ഷേ പണമുണ്ടെങ്കിൽ പലതും റദ്ദാക്കപ്പെടും. അതിന് അദ്ദേഹം വലിയ ചാരിറ്റിയാണത്രേ, സഹായിക്കുന്നവനാണത്രേ. ചാരിറ്റിയും സഹായവും എന്നൊക്കെ പറഞ്ഞാൽ ആരോട് എന്ത് തോന്നിവാസം പറയാനുള്ള ലൈസൻസ് ആണെന്ന് കരുതിക്കളയരുത്. സ്വന്തം വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളോട് ഇങ്ങനെ പരസ്യമായിട്ടോ മറ്റെപ്പോഴെങ്കിലും ഒരു വാചകം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുമോ, സഹിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ ഇത്തരം അലവലാതിത്തരങ്ങൾ കാണിക്കുന്നവനെ ന്യായീകരിക്കാൻ തോന്നില്ല. അറുവശളനായിട്ടുള്ള ഒരുത്തന് പിന്തുണയുമായിട്ട് വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഉളുപ്പില്ലാതെ അവർ പറയുന്നതനുസരിച്ച് നിന്ന് ആക്ഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നവർക്കും യാതൊരു ഉളുപ്പില്ലാത്തതാണ്. പണമോ മറ്റെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണെന്നാണ് ഈ മഹതികൾ തെളിയിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.